Hello guys, welcome back to the video. So, in this video, 30,000 rupees in the 5 best smartphones. So, this 30,000 rupees is performance and camera quality value for money smartphones. In this list, so, video like this channel subscribe to the bell icon press video like അപ്പോൾ കൂടുതൽ പറഞ്ഞു പോരാടിപ്പിക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഇതിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെതാണ്. സാംസങ് ഗാലക്സി S23 FE. യെസ്, ഫാൻസ് എഡിഷൻ ആണ്. ഒരു പ്രീമിയം ഫീൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. പിന്നെ അത്യാവശ്യം ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും നല്ലൊരു പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.4 ഇഞ്ചസിന്റെ ഫുൾ HD പ്ലസ് ഡൈനാമിക് AMOLED ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ Exynosന്റെ 2200 എന്ന് പറയുന്ന പ്രോസസറാണ്. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ഹെവി ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രോസസർ താങ്ങൂല. അപ്പം അതിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺസ് നോക്കാവുന്നതാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 12 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 10 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് 24 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 വരുന്നത്, 14 അല്ല. അപ്പോൾ അതൊക്കെ കുഴപ്പമില്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാം. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിന്റെ ചാർജിങ് ആണ്. ഈ ഒരു 30,000 റുപ്പീസിലും 25 വാട്ട്സിന്റെ ചാർജിങ് കിട്ടുന്നുള്ളൂ. IP68 വരുന്നത്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 8+ 128GB റോം വരുന്നുണ്ട്. 29,999 റുപ്പീസിനാണ് വരുന്നത്. സോ 30,000 റുപ്പീസിന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും കുഴപ്പമില്ലെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും ഒരു നല്ലൊരു പെർഫോമൻസിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ഹെവി ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ നോക്കണ്ട. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെതാണ്. OnePlus Nord 4. സോ അത്യാവശ്യം ഒരു നല്ല ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലൻ പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.74 ഇഞ്ചസിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ഡൈനാമിക് റിഫ്രഷ് റേറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1100 nitsന്റെ ബ്രൈറ്റ്നസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ HDR10+ന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 7+ Gen 3 ആണ്. സോ അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡും 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു കിടിലൻ വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയും ഒക്കെ ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 100 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. നേരത്തെ പറഞ്ഞ നമ്മുടെ സാംസങ്ങിന്റെ ഗാലക്സി S23 FEയിൽ 25 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 100 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടും. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR5X+ UFS 4.0 കിട്ടുന്നുണ്ട്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ 8+ 256GB റോം വേരിയന്റ് 29,999 റുപ്പീസിനാണ് വരുന്നത്. സോ 30,000 റുപ്പീസിന് പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് OnePlusന്റെ ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലൻ പെർഫോമൻസ്, നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്മാർട്ട് ഫോണിലേക്ക്. സോ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്. പോക്കോ F6. സോ നിങ്ങളൊരു കിടിലൻ പെർഫോമൻസിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു പോക്കോ F6. സോ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hzന്റെ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 പ്രോസസർ, 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറ, 20 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 5000 mAhന്റെ ബാറ്ററി, 90 വാട്ട്സിന്റെ ടർബോ ചാർജിങ് ഒക്കെയാണ് വരുന്നത്. UFS 4.0 ഒക്കെ കിട്ടുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 12+ 256GB റോം വേരിയന്റ് 29,200 റുപ്പീസിനാണ് വരുന്നത്. സോ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. സോ നിങ്ങൾ ഒരു ബെസ്റ്റ് പെർഫോമൻസിന്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഈ ഒരു 30,000 റുപ്പീസിൽ ഉറപ്പായിട്ടും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ Moto H50 Pro. ഒരു കിടിലൻ പെർഫോമൻസിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസിലാണ് വരുന്നത്. പിന്നെ ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഒരു സ്മാർട്ട് ഫോൺ കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിന്റെ 1.5K POLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ 144 Hzന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 120 Hzല്ലേ 144 Hz. പിന്നെ 2000 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 7 Gen 3 ആണ്. സോ അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഒരു 30,000 റുപ്പീസിൽ ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ കൊടുത്തിരിക്കുന്നത്. പ്ലസ് 13 മെഗാപിക്സൽ പ്ലസ് 10 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഫ്രണ്ട് ക്യാമറയിൽ നിന്നും 4K ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4500 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 125 വാട്ട്സിന്റെ ചാർജിങ് ആണ്. 50 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നു. സോ വയർലെസ് ചാർജിങ്ങും വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാം. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, IP68 കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ,
നമ്മുടെ വെള്ളത്തിലൊന്നും കൊണ്ടുവരരുത്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് വരുന്നത് നമ്മുടെ ഡോൾബി അറ്റ്മോസിന്റെ. പിന്നെ ഈ ഓഫേഴ്സ് 2.2 കിട്ടുന്നുള്ളൂ. ഈ ഒരു 30,000 ബഡ്ജറ്റ് റേഞ്ചിൽ 4.0 ഒക്കെ തരാമായിരുന്നു, പക്ഷേ ഈ ഓഫേഴ്സ് 2.2 കിട്ടുന്നുള്ളൂ. സോ അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ കിടിലം സ്മാർട്ട് ഫോൺ ആണ്. ഈ ഒരു 30,000 റുപ്പീസിൽ പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 8+256GB റാം വേരിയന്റ് 27,999 റുപ്പീസിനാണ് വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്, വിവോ T3 Ultra. സോ നമ്മുടെ വിവോ T3 Ultra പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് പെർഫോമൻസിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. പിന്നെ ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റി, നല്ലൊരു വീഡിയോ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിന്റെ 1.5K 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. 4500 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയടെക്കിന്റെ Dimensity 9200+ ആണ്. സോ അതേശം ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറ കൊടുത്തിരിക്കുന്നത്. പിന്നെ 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 ആണ് വരുന്നത്. ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, IP68 കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ, പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് വരുന്നത്. സോ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 8+128GB റാം വേരിയന്റ് 31,999 റുപ്പീസിനാണ് വരുന്നത്. എനിക്കറിയാം 30,000 റുപ്പീസ് ഇന്നും മുകളിലോട്ട് പോയി. സോ ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഐക്യൂൻ്റെതാണ്. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും iQOO Neo 9 Pro. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റും ക്യാമറയും ഡിസ്പ്ലേയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് 6.78 ഇഞ്ചസിന്റെ 1.5K QHD+ AMOLED 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെയും 144 Hz റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ ഡ്യുവൽ ചിപ്സിലാണ് ഇവിടെ വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 2 ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് ആണ്. പിന്നെ നമ്മുടെ iQOOന്റെ Q1 സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് എന്ന് പറഞ്ഞൊരു ചിപ്പും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. സോ ഒരു കിടിലൻ പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡും 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5160 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 ആണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ, LPDDR5X+ UFS 4.0 കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB റാം വേരിയന്റ് 33,999 റുപ്പീസിനാണ് വരുന്നത്. സോ 34,000 റുപ്പീസിന് പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. കണ്ണും പൂട്ടി എടുക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. സോ ഇതൊക്കെയാണ് 30,000 റുപ്പീസ് വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ സൈഡിലത്തെ ബെല്ലൈക്കനൊക്കെ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.